ഓരോ പ്രതിസന്ധിയെയും ജയിക്കുവാൻ ഓരോ മുഖാന്തരങ്ങളും വ്യത്യസ്തങ്ങളാകുന്ന വഴികളുമുണ്ട്. അതെ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതിനെ നോക്കി ഭയന്നു നിൽക്കുക അല്ല, പ്രതിസന്ധികളെ ജയിക്കുകയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതെ, മോശ ചെങ്കടൽ എന്ന പ്രതിസന്ധി തൻ്റെ മുമ്പിൽ വന്നപ്പോൾ ചെങ്കടലിനെ താൻ രണ്ടായി വിഭാഗിച്ച് കടലിലൂടെ ദൈവം കൊടുത്ത നിയോഗപ്രകാരം നടന്നു നീങ്ങുവാനിടയായിത്തീർന്നു. എന്നാൽ യേശുവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ശക്തിയേറിയ കാറ്റും തിരമാലകളും ഓളങ്ങളും ആഞ്ഞടിച്ചപ്പോൾ പടകിൽ ഉറങ്ങിയിരുന്ന യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, അതിനെ ശാന്തമാക്കി. പിന്നെയും മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് താൻ കടലിന്മേൽ നടക്കുവാനിടയായിത്തീർന്നു. അതെ, പുതിയ നിയമസഭയുടെ ചരിത്രം നാം പഠിക്കുകയാണെങ്കിൽ തിരമാലകളെ മുറിച്ച് മാറ്റുകയല്ല, അതിനെ ജയിച്ച് നടക്കുകയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഓളങ്ങളും കാറ്റുകളും എപ്പോഴും നമ്മളുടെ അരികിൽ തന്നെ ഉണ്ടായിരിക്കാം. അതൊരു പക്ഷേ നമ്മുടെ കാലിനടിയിൽ തന്നെ ഉണ്ടായിരിക്കാം. നമ്മോട് ഏറ്റവും അടുത്ത് അതൊരു പക്ഷേ നമ്മെ മുക്കിക്കളയുവാൻ തക്കവണ്ണം നിൽക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ പ്രതിസന്ധിയെ ജയിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ചു. താൻ നല്ല മാതൃക നമുക്ക് നൽകി തന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ ശക്തി ഏറ്റെടുക്കാം. അതെ, മരണത്തെ ജയിച്ച് 3-ാം ദിവസം കല്ലറയിൽ നിന്ന് പുറത്തു വന്ന യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മോട് കൂടെയുണ്ട്. ആ ദൈവ സാന്നിധ്യം ഓരോ ദിവസവും നിലനിർത്തി പ്രതിസന്ധിയെ ചവിട്ടി അതിൻ്റെ മുകളിലൂടെ ജയാളികളായി നടക്കുന്നതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നാം തോറ്റുപോയവരല്ല, ജയാളിയായ ക്രിസ്തുവിൻ്റെ പിൻഗാമികളാണ്. അതുകൊണ്ട് തിരമാലകളെ തകർത്ത് ശത്രുവിൻ്റെ സകല ബലത്തെയും തകർത്ത് ജയാളിയായ യേശുവിൻ്റെ പിന്നാലെ നമുക്കും ജയാളികളായി യാത്ര ചെയ്യാം. കാറ്റിനെയും കടലിനെയും ഓളങ്ങളെയും തിരമാലകളെയും കണ്ട് വ്യാകുലപ്പെടേണ്ടുന്നവരല്ല, മറിച്ച് അതിനെ ജയിച്ച് നാം നടക്കേണ്ടുന്നവരാണ്.